ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് എൻ്റെ മുടി ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇതിനിടയിൽ ഞാനൊരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ നമ്മുടെ ഉലുവ വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഉള്ള ആ ടിപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് എനിക്ക് ഇത്രയും മുടിയില്ലായിരുന്നു, ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. പിന്നെ എങ്ങനെയാണ് ഞാനിന്ന് പാക്ക് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൂവും കായും മുട്ടും എല്ലാം പറിക്കാം, ചെമ്പരത്തിയുടെ. അപ്പോൾ ഇതെല്ലാം എടുത്ത് അത് നമുക്ക് അരയ്ക്കാനാണ് കേട്ടോ. നല്ലവണ്ണം കഴുകി എടുക്കുക പൂവ് ഇലയൊക്കെ. അതും പിന്നെ തലേദിവസം കുതിർത്ത് വെച്ച ഉലുവയും ബാക്കി അരക്കപ്പ് വെള്ളം, കുറച്ച് മതി കേട്ടോ, ജസ്റ്റ് ഒന്ന് അരയാൻ വേണ്ടി മാത്രം. വെള്ളം ഒഴിച്ച് നല്ലവണ്ണം അരച്ചെടുക്കുക. അപ്പോൾ നമുക്കൊരു അധികം ലൂസല്ലാതെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അരിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ആ ഉലുവയുടെ ആ ഒരു പൊടിയും നമ്മുടെ ചെമ്പരത്തിയുടെ ഇതൊക്കെ നമ്മുടെ മുടി നല്ലവണ്ണം ഡ്രൈ ആവുമ്പോഴത്തേക്കും ചീകപ്പം അതങ്ങ് പോവും, ഒട്ടിയിരിക്കത്തില്ല അധികം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കുക. ഇനി ഞാൻ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിക്കാം. ആദ്യം ഇതല്ല, ഉലുവ സ്പ്രേ ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നല്ലവണ്ണം നമ്മുടെ മുടി ഓയിൽ കൊണ്ട് മസാജ് ചെയ്യുക. ഏത് ഓയിലാണോ എല്ലാവരും, ഞാൻ ഉപയോഗിക്കുന്ന പാരച്യൂട്ട് ഓയിലാണ്. പാരച്യൂട്ട് എനിക്ക് പേഴ്സണലി മുടി വളർത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ചിലവരാണെങ്കിൽ പാരച്യൂട്ട് ഓയിൽ മേടിച്ചിട്ട് ഒത്തിരി എമൗണ്ട് മേടിച്ചിട്ട് എണ്ണ കാച്ചുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഡയറക്റ്റ് പച്ച എണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഏത് ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഇപ്പം സാധാ പച്ച വെളിച്ചെണ്ണ, അല്ലെങ്കിൽ കാച്ചിയ എണ്ണ, നീലിബംഗാദി ആംലയാണോ, ആൽമണ്ട് ഓയിലാണോ, എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിന്. ആദ്യം നമ്മൾ ഉലുവ സ്പ്രേ ആണ് ചെയ്യുന്നതെങ്കിൽ കൂടി ആദ്യം നല്ലവണ്ണം മുടിയിൽ ഓയിൽ ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കെന്ന് പറയുന്നത് നമുക്ക് ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നാളെ നമ്മൾ ഉലുവ വെള്ളം സ്പ്രേ ചെയ്യുന്നത് തലേദിവസം കുതിർത്ത ആ വെള്ളം എടുത്തിട്ടാണ്. അപ്പം ബാക്കി അതിൻ്റെ ഉലുവ കാണും. അത് നമുക്ക് പേസ്റ്റ് ആക്കി ഇടാം. അതായത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വേണമെങ്കിലും നമുക്ക് അത് ചെയ്യാം കേട്ടോ. അതായത് ഇന്നൊരു ദിവസം തലേദിവസം ഇട്ടു, നമ്മളതിൻ്റെ ഉലുവ വെള്ളം സ്പ്രേ ചെയ്തു, പിറ്റേന്ന് അതിൻ്റെ ആ ബാക്കി വരുന്ന ഉലുവ പേസ്റ്റാക്കി നമുക്കിതുപോലെ പാക്കാക്കാം. എന്നിട്ട് അന്ന് രാത്രി വീണ്ടും ഉലുവ കുതിർത്തിട്ട് പിറ്റേ ദിവസം വെള്ളമാക്കാം, അതിൻ്റെ പിറ്റേ ദിവസം പാക്കാക്കാം. ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലും നമുക്ക് ചെയ്യാം, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എപ്പോൾ ചെയ്താലും നമ്മുടെ ഇത് ഓയിൽ ചെയ്യാൻ ഉള്ള കാര്യം മറക്കരുത്. അപ്പം ഞാൻ നല്ലവണ്ണം മുടി ഓരോ വവിരെടുത്ത് നമ്മൾ നല്ലവണ്ണം തേച്ചിട്ട് ലാസ്റ്റ് കെട്ടി വയ്ക്കുക. ബാക്കിലും പിന്നെ നമുക്ക് നല്ലവണ്ണം പെരളാത്ത ഭാഗത്തൊക്കെ നല്ലവണ്ണം നമുക്ക് തേച്ച് കൊടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് വാഷ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കുറച്ച് ബാക്കി വരുന്നുണ്ട്, ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.